അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഉപ്പയെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് കാവൽ മരങ്ങളെ പോലെ ഉപ്പയെയും ഉമ്മയെയും കൊടുക്കുമ്പോൾ, ഉമ്മയെ സംബന്ധിച്ച് നാം ഒരുപാട് പ്രഭാഷണവും പാട്ടും ബൈത്തും കവിതയും കഥകളും ഒക്കെ കേട്ടു, നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രഭാഷണ വേദികളിൽ വളരെ കുറച്ചു മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഉപ്പയെ സംബന്ധിച്ച്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രം ആ വിഷയത്തിന്റെ ഒരു പ്രവേശന കവാടമായി ഞാൻ മനസ്സിലാക്കുകയാണ്. സൂഫി ചക്രവാളത്തിന്റെ മനോഹരമായ സിംഹാസനത്തിന്റെ ഉത്തുംഗതയിലിരിക്കാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭൗതികമായ എല്ലാ ബന്ധങ്ങളെയും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. രാജാധികാരവും സ്ഥാനമാനങ്ങളും കയ്യിലുള്ളപ്പോ കാരുണ്യവാനായ അള്ളാഹുവിലേക്കുള്ള തീർത്ഥയാത്രക്കു വേണ്ടി പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തന്റെ ജീവിതത്തെ ചേർത്തുവെക്കുന്നതിന് വേണ്ടി തടസ്സമായതിനെ മുഴുവനും മാറ്റുമ്പോ കേവലം ഒരു 200 ആളുകൾ മാത്രമുള്ള പള്ളിയുടെ പ്രസിഡന്റ് കസേരയെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുവേണ്ടി ഇലക്ഷൻ നടത്തുന്നു, അതിനുവേണ്ടി പോലീസുകാർ വരുന്നു, അതിനുവേണ്ടി കാവൽ പട്ടാളക്കാർ നിൽക്കുന്നു. എന്തൊക്കെയാണ് ദുനിയാവിൽ ഒരു പള്ളിയുടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച മോശം. അള്ളാഹു തആല കാക്കട്ടെ. ഏത് മഹല്ലാണെങ്കിലും പ്രശ്നം തന്നെയാണ്, ചെയ്യാൻ പാടില്ല അതൊന്നും. അപ്പൊ കേവലം ഒരു പള്ളിയുടെ തിരുമുറ്റത്തെ അധികാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നടക്കുമ്പോ ഒരു രാജ്യത്തിന്റെ മുഴുവൻ അധികാരം തന്റെ കയ്യിലുള്ള ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞപ്പാറയിലെ പ്രിയപ്പെട്ട സഹോദരിക്ക് തന്റെ പ്രിയപ്പെട്ടവൻ 50 കൊല്ലം വിദേശ രാജ്യത്ത് കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ട് സമ്മാനിച്ച ഒരു മാളികാ സൗധം പോലെ കണ്ടും പറഞ്ഞും തീർക്കാൻ പറ്റുന്നത്ര ചെറുതായിരുന്നില്ല മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ മാളികാ സൗധം എന്ന് പറയുന്നത് മാസങ്ങളോളം യാത്ര ചെയ്താൽ മാത്രം കണ്ടു തീർക്കാൻ പറ്റുന്ന വിശാലമായ ഒരു മൈതാനി പോലെ പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു വലിയ കൊട്ടാര സമുച്ചയമായിരുന്നു. അതിന്റെ അധികാരം, രാജ്യത്തിന്റെ അധികാരമൊക്കെ കയ്യിലുള്ള, കിരീടവും ചെങ്കോലും കയ്യിലുള്ള മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് കാരുണ്യവാനായ അള്ളാഹുവിലേക്കുള്ള യാത്രക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തിറക്കുകയാണ്. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തിറക്കുകയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അധികാര കസേര വലിച്ചെറിഞ്ഞിട്ട് സൂഫി ചക്രവാളത്തിന്റെ പരീക്ഷണ സീമകളിലൂടെ ഒന്നിലും പതറിപ്പോകാതെ രാപ്പകലില്ലാതെ ധ്യാന നിമഗ്നനായി യാത്ര ചെയ്യുകയാണ്. വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. വനാന്തരത്തിന്റെ ഉള്ളറകളിൽ പടുകൂറ്റൻ സിംഹക്കുട്ടികളുടെ മുന്നിൽ പോലും സുജൂദ് ചെയ്തിട്ടവനൊക്കെ ഭയന്ന് അകന്നുപോയ ഒരു രംഗം ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു. സുജൂദ് കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, സ്വതക്ക കൊണ്ട് തന്റെ ജീവിതത്തെ ഭൗതിക ലോകത്തിനോടുള്ള പൂർണ്ണമായ വിരക്തിയിലേക്ക് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു എത്തിച്ചു. ഒടുവിൽ പ്രിയപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അതിന്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിലേക്ക് ചെല്ലുകയാണ്. ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധ കഅബാലയത്തിലേക്ക് ചെല്ലുമ്പോ
മോനെ സ്ത്രീകളുടെ ഭാഗത്ത് കസേര നോക്കിയോ മക്കളെ? ഇടയിലൊന്നും കസേര വെച്ചിട്ടല്ലേ സഹോദരിമാർ കേട്ടോ. പുരുഷന്മാരുടെ ഭാഗത്ത് ഏകദേശം ഒരു 5-6 ആളുകൾ കൂടി ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ സ്ത്രീകളുടെ ഭാഗത്ത് ഇടയിൽ എവിടെയെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വരുന്ന സഹോദരിമാർക്ക് കൊടുത്ത് സഹകരിക്കണം. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം സുന്ദരനായ യുവകോമളനായ കാണാൻ അഴകുള്ള നോക്കിയാൽ കണ്ണെടുക്കാൻ കഴിയാത്തത്ര കുസുമതലങ്ങൾ പോലെ കവിളുകളുള്ള ഒരു സുന്ദരനായ യുവാവിനെ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ ചൂട്ടിൽ കണ്ടു. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു ആ കഅബാലയത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കി. ആദ്യ നോട്ടത്തിൽ തന്നെ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. സൂഫിയായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം നടക്കുന്ന അദ്ദേഹത്തിന്റെ മുരീദുമാരായ ശിഷ്യഗണങ്ങൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, മഹാദൻ നളറുല്ലദി യുഹാലിത്തുഹുൽ ബുഖാ. പ്രിയപ്പെട്ടവരെ, അങ്ങ് കരഞ്ഞു പോകാൻ മാത്രം എന്ത് എഫക്റ്റാണ് അങ്ങയുടെ നോട്ടം ആ ചെറുപ്പക്കാരിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലുണ്ടാക്കിയത്? അങ്ങയുടെ കണ്ണ് നിറഞ്ഞു പോകാൻ മാത്രം, അങ്ങയുടെ ഹൃദയം ഉരുകിപ്പോകാൻ മാത്രം, തോരാത്ത കണ്ണുനീര് വിശുദ്ധ കഅബാലയത്തിന്റെ ചോട്ടിൽ ഒഴുക്കാൻ മാത്രം എന്ത് വലിയ പ്രശ്നമാണ് ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് താങ്കൾ നോക്കിയപ്പോൾ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഫഇന്നഹു വലദീ വഖുറത്തു ഐനി. ആ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്റെ മകനാണ് മക്കളെ. വഖുറത്തു ഐനി, എന്റെ കരളിന്റെ കഷണമായി, എന്റെ കണ്ണിന്റെ കുളിർമയായി കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് സമ്മാനിച്ച എന്റെ മോനാണ് ആ നിന്ന് തവാഫ് ചെയ്യുന്നവനെന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് ചെറിയ കുഞ്ഞായിരിക്കുമ്പോ ഭൗതിക ലോകത്തിനോടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് തന്റെ പ്രിയപ്പെട്ടവരുടെ കയ്യിലേക്ക് പൊന്നുമോനെ ഏൽപ്പിച്ച് അതിനുള്ള എല്ലാ സാമ്പത്തികങ്ങളും ഒരുക്കി കൊടുത്തിട്ട് ഇനി ഞാൻ അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്റെ യാത്രയിൽ ഭൗതിക ലോകത്തിന്റെ യാതൊരുവിധ സുഗന്ധവും പാടില്ല. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു യാത്ര പോയതാണ്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയാലും വാപ്പാന്റെ മനസ്സിലെ മകനെന്നും മകൻ തന്നെയല്ലേ. എത്ര കൊല്ലം കഴിഞ്ഞാലും ഏത് ലോകത്തേക്കുള്ള യാത്രയാണെങ്കിലും ഖൽബിന്റെ ഉള്ളിൽ എന്റെ മോന് കൊടുത്ത ചുടുചുംബനങ്ങളും മറക്കാൻ ലോകത്ത് ഇന്നുവരെ ഒരു പ്രാക്കും കഴിഞ്ഞിട്ടില്ല. ഉപ്പയേക്കാൾ, മക്കളെക്കാൾ, ഉമ്മയേക്കാൾ, ബന്ധങ്ങളെക്കാൾ, ഭാര്യയെക്കാൾ, ഭൗതിക ലോകത്തിന്റെ കൊട്ടാര സമുച്ചയങ്ങളെക്കാൾ, സാമ്പത്തിക സ്രോതസ്സുകളെക്കാൾ, അധികാര കസേരകളെക്കാൾ ഏറ്റവും വലിയ രുചിയാണ് കാരുണ്യവാനായ അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ ലയിച്ചേരുന്ന രുചി. അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ പോലും തഹജ്ജുദ് നടക്കുന്നത്. അതുകൊണ്ടാണ് സുഖലോലുപതയുടെ മടിത്തട്ടിലും മഹാന്മാര് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത്. പടച്ചവനോടുള്ള ബന്ധത്തിന് ഏറ്റവും വലിയ മധുരമുണ്ട്, ആഴമുണ്ട്. അത് മക്കളോടുള്ള ബന്ധത്തെക്കാൾ, ഉമ്മയോടുള്ള വാപ്പയോടുള്ള ബന്ധത്തെക്കാളുമുണ്ട്. ആ ബന്ധം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനെ ഒരുപാട് കൊല്ലത്തിനു ശേഷം കണ്ടപ്പോ ആ മകനോട് മിണ്ടാതെ, മകനോട് സലാം പറയാതെ, മകനോട് വർത്തമാനം പറയാതെ കഅബാലയത്തിന്റെ ചോട്ടില് ഒരു തൂണിന്റെ ഭാഗത്തേക്ക് ചെന്നിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുകയാണ് സഹാബികളോട്, കൂടെയുള്ള സഹകാരികളോട്, മുരീദുമാരോട് പറയുകയാണ്, ഉദിനി ആദൽ ഫത്താ, ഞാൻ അല്ലാഹുവുമായി ഭൗതിക ലോകത്തിന്റെ ബന്ധങ്ങൾ വർദ്ധിക്കുമെന്ന് കരാർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സുന്ദരനായ പൊന്നുമോനെ ഞാൻ ചേർത്ത് പിടിക്കുമായിരുന്നു. ഒരു ഉപ്പയുടെ നെഞ്ചിലെ വെപ്രാളമാണ്. കുറെ വർഷത്തിന് ശേഷം, കാണാത്ത കുറെ കാലങ്ങൾക്ക് ശേഷം
പൂർണ്ണമായും ഒഴിവാക്കി. ഇനി എനിക്ക് എന്റെ മകനെ കാണാൻ കഴിയില്ല എന്ന് 100 വട്ടം ഉറപ്പിച്ചതിന് ശേഷം മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ മകനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. കൂടെയുള്ള ശിഷ്യഗണങ്ങൾ ചോദിക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അവരുടെ മനസ്സിലേക്ക് എന്തോ അശ്രദ്ധ ഗഫലത്ത് കടന്നു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ യാത്രക്കിടയിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ട് കരയേണ്ടിയിരുന്നില്ലല്ലോ. ആ സമയത്ത് ആ പറഞ്ഞത് അതിന്റെ മകനാണ്. ഒരു ഉപ്പയുടെ നെഞ്ച്, ഒരു ഉപ്പയുടെ കൽബ് നീറാൻ സൂഫിയാണെങ്കിലും സയ്യിദാണെങ്കിലും ആലിമാണെങ്കിലും അത് മതി. എന്നിട്ട് കൂടെ ഇരിക്കുന്ന മുരീദുമാരോട് പറയുകയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലേക്ക് എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോ ചെറിയ കുഞ്ഞായിരുന്നു. ആ മകനിപ്പ വല്ലാണ്ട് വളർന്നിരിക്കുകയാണല്ലോ. ഒരുപാട് തടിയൊക്കെ വെച്ച് ഭംഗി വെച്ച് വലിയ മോനായി. എനിക്കൊന്ന് തൊടാൻ ആഗ്രഹമുണ്ട്, ഒന്നുപോയി മുത്തം കൊടുക്കാൻ കൊതിയുണ്ട്. പക്ഷേ ഞാൻ പോകില്ല. ആ ഒരു ബന്ധത്തോടുകൂടി വീണ്ടും അല്ലാഹുവിലേക്കുള്ള യാത്ര അവസാനിച്ചു പോയാലോ എന്ന വല്ലാണ്ട് ഭയം എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാളൊന്ന് ചെല്ലുമോ, എന്റെ പൊന്നുമോന്റെ അരികിലേക്ക് ചെന്നിട്ട് ആ മോനോടൊന്ന് സലാം പറഞ്ഞ് സംസാരിക്കുമോ? അവൻ വർത്താനം പറയുന്നത് ഞാനൊന്ന് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടോട്ടെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിയിട്ട് ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ സന്തത സഹചാരിയായ ശിഷ്യഗണങ്ങളിൽ ഒരാളോട് പറഞ്ഞപ്പോ അയാൾ പോയിട്ട് ആ മോന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ബാറക്കല്ലാഹു ലിഅബീക വഫീക, നിനക്കും നിന്റെ ഉപ്പാക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖം വല്ലാതെ വിളറി വെളുക്കുകയാണ്, കവിള് തുടുക്കുകയാണ്, കണ്ണു ചുമക്കുകയാണ്. വന്നവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്റെ ഉപ്പാനെ അറിയുമോ? എന്റെ ഉപ്പാനെ അറിയുമോ? ഞാൻ എന്റെ ഉപ്പയെ കണ്ട കാലം മറന്നുപോയി, ഞാൻ എന്റെ ഉപ്പയെ കണ്ട കാലം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരയുമ്പോ, മോനെ നിന്റെ ഉപ്പാക്ക് വേണ്ടി നീ ദുആ ചെയ്യണം, നിന്റെ ഉപ്പയെ കണ്ടാൽ നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ പറയാമെന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനെ വിടുന്ന് തിരിക്കുമ്പോ ആ മകൻ ആ ശിഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, വല്ലാഹി അബദ്ദലു അന്നീ റഅയ്തുഹു അമൂതു ഫീ മകാനി, എന്റെ ഉപ്പയെ ഞാനിപ്പോ കണ്ടാൽ ഈ കാണുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഞാൻ മരണപ്പെടാൻ ആഗ്രഹിക്കുകയാണെന്ന് ഉപ്പയോടുള്ള അടങ്ങാത്ത പുത്രവാത്സല്യം, ഉപ്പയോടുള്ള അടങ്ങാത്ത പുത്രസ്നേഹം കൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോന് പറയുമ്പോൾ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ആ പ്രിയപ്പെട്ട ശിഷ്യൻ ഓടി വരികയാണ്. ആ പ്രിയപ്പെട്ട ശിഷ്യൻ ഓടി വരികയാണ്. വന്നിട്ട് ആ പ്രിയപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം സുജൂദിൽ കിടക്കുകയാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, പാടുകയാണ്, ഹജറത്തുൽ ഖൽഖ ഹജറത്തുൽ ഖൽഖ തുറം ഫീ ഹവാകാ വഅയ്തംതുൽ ഇയാല ലികൈ അറാകാ. അല്ലാഹുവേ, നിനക്കു വേണ്ടി എന്റെ സ്നേഹക്കൊട്ടാരങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണല്ലാ, നിനക്ക് വേണ്ടി എന്റെ സർവസ്വവും ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു അല്ലാ, നിനക്ക് വേണ്ടി എന്റെ സർവ്വതനെയും ഞാൻ ദൂരീകരിച്ചിരിക്കുന്നു അല്ലാ എന്നാ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ സൂഫിസത്തിലേക്ക് യാത്ര പോയാലും എല്ലാം മറന്നുകൊണ്ടുള്ള യാത്രയാണെങ്കിലും എന്തിനേറെ മാനസിക രോഗ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ, എത്ര മുഴുപ്രാന്തുള്ളവരാകട്ടെ, ഏതൊക്കെ തരത്തിലുള്ളവരാണെങ്കിലും അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നാൽ മക്കളെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നു എന്നത് ഉപ്പയും മകനും ഉമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തെ സൂചിപ്പിക്കുന്നതാണ്. ആരെയും തിരിച്ചറിഞ്ഞില്ലെങ്കിലും മാനസിക വിഭ്രാന്തി മൂത്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കഴിയുന്ന, ആ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നാൽ നമ്മളെയൊക്കെ കണ്ടാൽ അവർക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. നമ്മുടെ മുഖത്ത് നോക്കിയാൽ അവരറിയില്ല. ചിലപ്പോൾ കാർക്കിച്ച് തുപ്പും, ചിലപ്പോൾ ചീത്ത വിളിക്കും, ചിലപ്പോൾ സാധന സാമഗ്രികൾ എടുത്തെറിയൊക്കെ ചെയ്യും. പക്ഷേ സ്വന്തം മകനെ കണ്ടാൽ ഒരു ചെറിയ നോട്ടത്തിലൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഉപ്പാക്ക് ഒരു ഉമ്മാക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കണക്ഷന്റെ പ്രത്യേകതയാണ്.
വേറെ ആരിലും അത് ഉണ്ടാവില്ല. മസ്ജിദ് നബവിയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. മുത്താറ്റലായ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നുണ്ട്. മുത്താറ്റലായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹൃദയം കൊടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹൃദയത്തിൽ സ്നേഹമുള്ള, ആർദ്രതയുള്ള, ആഴമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ ചെറുപ്പക്കാരന്റെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാരെ വന്നില്ലേ? എന്നിട്ട് സ്വർണ്ണമൊന്നും ഇവിടെ കണ്ടില്ലല്ലോ. വീട്ടുകാർ വന്നെങ്കിൽ സ്വർണം കൊടുത്തൊരു അടയാളം ഇവിടെ കാണേണ്ടതാണ്. ഒന്നില്ല, നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. മാഷാ അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ. സോളാറൊക്കെ ഇവിടെ ചെയ്യാൻ പോകണം. പണി പൂർത്തിയായാൽ പിന്നെ നമ്മുടെ ലത്തീഫ് സാഹിബ് സോളാർ ചെയ്ത് തരും. അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. ഈ ദുആ സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ട്. കാരണം കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിയാണ്. ദുആ സ്വീകരിച്ചാൽ സോളാറാണ് കുറച്ചുകൂടെ ലാഭം തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ വലിയ കട്ടിക്കൊന്നും ദുആ ചെയ്യില്ല സോളാർ പെട്ടെന്നാവാൻ വേണ്ടി. എന്തായാലും നടക്കില്ല. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യും. അദ്ദേഹത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കും കച്ചവട പുരോഗതിക്കും ഒക്കെ അല്ലാഹു തആല ഒരുപാട് ഒരുപാട് ഉന്നതങ്ങളിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മസ്ജിദുൻ നബവിയിൽ എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ഒരാൾ മാത്രം നോമ്പ് തുറക്കാറ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നോമ്പ് തുറയുടെ കാരയ്ക്ക് കഴിച്ചിട്ടുണ്ട്, സംസം കുടിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ണീര് തോരാതെ കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ അരികത്തേക്ക് ചെന്നിട്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ സമയത്ത് പൊട്ടിക്കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, തങ്ങളെ, എന്റെ വീട്ടിൽ എനിക്കാകെയുള്ളത് എന്റെ ഉപ്പ മാത്രമാണ്. ആകെയുള്ളത് എന്റെ ഉപ്പ മാത്രമാണ്. ഉപ്പ ശാരീരികമായി തളർന്ന് അവശ്യ നിലയിലാണ് വീട്ടിലുള്ളത്. ഉപ്പാടെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഇതുപോലെ വലിയ വലിയ മഹത്തുക്കളോടൊപ്പം ഇരുന്ന് നോമ്പ് തുറക്കുക, ഭക്ഷണം കഴിക്കുക, ദുആഇന് ആമീൻ പറയുക എന്നത്. മകനാതെ എനിക്കത് നടത്തിക്കൊടുക്കാൻ കഴിയുന്നില്ല തങ്ങളെ. എന്റെ ഉപ്പ വീട്ടിന്റെ അകത്ത് ഒറ്റപ്പെട്ട് കഴിയുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ വാത്സല്യം ലഭിക്കാത്ത ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട ഉപ്പയെ കൊണ്ടുവരാൻ പറയുമ്പോ സഹാബികളെല്ലാം നോക്കിയിരിക്കുമ്പോ ആ മകൻ തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പയെ തോളപ്പെടുത്തു വെച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്, ആ കാഴ്ച കണ്ട് മസ്ജിദുൻ നബവിയുടെ ചുമരുകൾ പോലും കരഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി. പ്രിയപ്പെട്ട ഉപ്പാനെ തോളപ്പെടുത്തു വെച്ചുകൊണ്ട് നടന്നു വരുന്ന രംഗം അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ലെന്ന് പ്രിയപ്പെട്ട സഹാബികൾ രേഖപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് ഞാൻ ഓതിയാലും ഉസ്താദ് ഓതിയാലും പ്രഭാഷകർ ഓതിയാലും അവിടെ ഉമ്മയെ കുറിച്ചാണ് ഊന്നൽ നൽകിയിട്ട് പിന്നെ വിശദീകരിച്ച് പ്രസംഗിക്കുന്നത്. അല്ലാഹുവും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അവിടെ മുതൽ ഇങ്ങോട്ട് പ്രിയപ്പെട്ട ഉമ്മയെ സംബന്ധിച്ച് അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. ഉമ്മ ഗർഭം ചുമന്നതിനെ സംബന്ധിച്ച് ഉമ്മ മക്കളെ ബുദ്ധിമുട്ടോടുകൂടി ചുമന്ന് നടന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒടുവിൽ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുക. അവിടെ ഉമ്മ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കൂടി ചേർത്ത് മാതാപിതാക്കൾ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇന്ന് ഉമ്മയെ ഇഷ്ടപ്പെടുന്ന ചില മക്കള് ഉപ്പയെ പരിഗണിക്കാറില്ല, ഉപ്പയുടെ വിശേഷങ്ങൾ അന്വേഷിക്കലില്ല, ഉപ്പാടെ കയ്യിലേക്ക് പൈസ കൊടുക്കലില്ല, ഉപ്പയെ തലോടലില്ല, ഉപ്പാടടുത്ത് ചെന്നിരുന്ന വർത്താനം പറയലില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ലോകത്ത് നിനക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ നാശത്തിന്റെ ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്. പ്രിയപ്പെട്ട ഉപ്പ
സങ്കടപ്പെട്ടു പോയാൽ, നിന്നെ ഓർത്ത് വിഷമിച്ചു പോയാൽ, നിന്നെ ഓർത്ത് നൊമ്പരപ്പെട്ടു പോയാൽ, ആ പിതാവിന്റെ ശാപത്തിന്റെ കണ്ണുനീര് നിന്നെ തകർത്തെറിയാൻ മാത്രം ശക്തിയുള്ളതാണെന്ന് ആയിരക്കണക്കിന് ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഈ മഞ്ഞപ്പാറയിൽ ഇന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരാളുടെയും പ്രിയപ്പെട്ട കുടുംബത്തില് ഉപ്പ സങ്കടപ്പെടാൻ പാടില്ല. നിങ്ങൾ കാരണം ആ ഉപ്പാന്റെ മനസ്സ് നീറാൻ പാടില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ല. ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ ആ മകന് വലിയ ഇഷ്ടവും താല്പര്യമാണ്, നിങ്ങളും കൂടി വന്നാൽ ചിലപ്പോ 2 ലക്ഷം രൂപ തരാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹം ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിന് 5 ലക്ഷം തന്നാലോ. അപ്പൊ ഞാൻ കരുതി എന്നാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒന്ന് അവരുടെ കൂടെ ഒന്ന് പോയി അവിടെ ഇരുന്നാൽ മതി. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സംഘാടകരെ കണ്ടു ചെന്നു. അപ്പം മകൻ ഇറങ്ങി വന്നു, ഒരുപാട് സ്നാക്സ് അത് ഇത് നെറ്റ്സൊക്കെ കൊണ്ടുവച്ചു, എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോ ഒരു റൂമിനകത്ത് കുറച്ച് ചുമയും ഭയങ്കര മുഴക്കം വന്നു. ഒരു റൂമിനകത്ത് എന്താ അപ്പൊ പ്രിയപ്പെട്ട ഉപ്പ ആ റൂമിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മകൻ ഈ ചെക്ക് എഴുതാൻ വേണ്ടി അകത്തേക്ക് ഓഫീസിലേക്ക് ചെന്നപ്പോ ഞാൻ പതിയെ ചെന്ന ഉപ്പാനെ കണ്ടു. അപ്പൊ ഉപ്പ പറയാണ് ഞങ്ങളോട്, ആ മകനോടൊന്ന് പരിഗണിക്കാൻ പറയണം, എന്തെങ്കിലുമൊക്കെ തരാൻ പറയണം. മരുമോട് തീരെ ഭക്ഷണം തരൂല, പരിഗണിക്കൂല, മരുന്ന് തരൂല, മൈൻഡ് ചെയ്യൂല. ലഭിച്ച ഇക്കണോമിക്സ് മേഖലയിൽ എഴുതിയ പുസ്തകത്തിലെ പ്രിയപ്പെട്ട ഷബ്ന SS-ന് ഇന്നിവിടെ ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ അയൽവാസി എന്നുള്ള രീതിയിൽ ഈ സ്ഥാപനം ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കഴിവിനെ പരിഗണിച്ചതാണ്. നമ്മുടെ മക്കളും വലിയ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത്തരം കഴിവുകളെ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ചാരത്തേക്ക് ഒരു ഉപ്പയെയും കൊണ്ടൊരു മകൻ വരികയാണ്. ആ മകൻ വന്ന് ഉപ്പയെ കുറിച്ചുള്ള പരാതി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ ഉപ്പ എന്റെ എല്ലാ സമ്പാദ്യവും പിടിച്ചു വെച്ചിരിക്കുകയാണ്, എന്റെ സമ്പാദ്യവും എന്റെ എല്ലാ സൗകര്യങ്ങളും എന്റെ ഉപ്പ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതിയായിട്ട് പറയുന്നു, അങ്ങൊന്ന് ഇടപെട്ടിട്ട് എനിക്ക് പരിഹരിച്ചു തരണം എന്ന്. അങ്ങനെ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉപ്പയെ മുമ്പിലേക്ക് വിളിക്കുകയാണ്. ആ ഉപ്പയോട് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട മകനെ നിങ്ങൾ പരിഗണിക്കണം, മകനോടുള്ള അവഗണനയും അകൽച്ചയും നിങ്ങൾ ഒഴിവാക്കണം. ആ സമയത്ത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ ഉപ്പയോട് നിങ്ങൾ ഉപ്പയുടെ വിശേഷങ്ങളൊന്ന് ചോദിക്കണം നബിയേ.